അവള് വന്നതാണല്ലേ ഇറങ്ങി, പക്ഷെ കാണുന്നില്ല. നിക്ക് പോവല്ലേ? അല്ല എവിടെ പോന്ന്? സത്യം പറ, ഞാൻ കണ്ടെന്നറിഞ്ഞോണ്ട് പോയല്ലേ നീ? ഏയ് ഞാൻ എന്തിനാ അങ്ങനെ പോന്നെ? അല്ല ഇപ്പൊ എന്തോ പരിപാടി? ഞാനിപ്പം അല്ല പണിയില്ലെന്ന് എങ്ങനെ പറയുന്നത്, സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. സൂപ്പർവൈസറോ? എവിടെ? എന്തൊക്കെ അറിയണം? ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ. അതിന് നീ സിവിൽ അല്ലല്ലോ പഠിച്ചേ? സിവിൽ പഠിച്ചാലേ സൂപ്പർവൈസർ ആവാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നുണ്ട്. അല്ല എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ നീ? പഴയ സ്ഥലത്ത് തന്നെ ജോലിക്ക് വന്നേ. ഒരു കുഞ്ഞ് ജനിച്ചല്ലേ, ചേട്ടനും വന്നിട്ടുണ്ടോ? അപ്പൊ എന്നെ പറ്റിയെല്ലാം അറിയുന്നുണ്ട്. അല്ല ഈ കോലം അല്ലായിരുന്നല്ലോ, താടിയും മുടിയൊക്കെ വളർത്തി. നീ വരുന്ന നീ അറിഞ്ഞായിരുന്നു, പക്ഷേ വൃത്തിയാവാന്ന് വിചാരിച്ചു. പിന്നെ നിന്റെ അടുത്ത് ഞാൻ അന്നോട്ടേ പറഞ്ഞല്ലേ ഞാൻ ഒരു ജോലി റെഡിയാക്കി തരാമെന്ന്. അല്ലേ തന്നെ നിനക്ക് മാത്സ് അറിയാലോ, എവിടെയെങ്കിലും ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ പോകൂടെ? അല്ല ജോലി കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ പോവാത്തയാ. പോയി കഴിഞ്ഞാലേ വീട്ടുകാർ കല്യാണത്തിന് നിർബന്ധിക്കും. ഇതാകുമ്പം ജോലി ഇല്ലെന്നുള്ള പേര് പറഞ്ഞ് ഒഴിയാല്ലേ. അപ്പൊ കല്യാണം കഴിക്കുന്നില്ലേ? അല്ല കഴിക്കണം, പക്ഷേ നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്തേ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് എത്ര ആലോചിച്ചാലും നടക്കത്തില്ല. പക്ഷെ ചില കാര്യങ്ങളെ ഒരു വട്ടം കേട്ടാൽ മതി, പഠിച്ചത് മനസ്സിൽ തന്നെ ഇരിക്കും. അത് കണക്കാ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് മറക്കാൻ പറ്റത്തില്ല. ഹായ് വിഷ്ണു ബ്രോ, എനിക്ക് കാണുമ്പോൾ ഒരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനാ ബ്രോ? സത്യം പറയല്ലേ, അന്ന് ഇവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി എൻ്റെ കൂടെ വിട്ട് എന്നുകൊണ്ടാണ് ഇവളിപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്നത്. അതിനുശേഷം എൻ്റെ ലൈഫിലെല്ലാം ഓക്കെ ആയി, ഞങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അതെനിക്കറിയായിരുന്നു. നിങ്ങളിപ്പോൾ ഹാപ്പി അല്ലേ? അത് മതി.